ഇന്നലെ ഉമ്മ രണ്ടു വെച്ച് നീ വേറെ വിഷമമായിട്ടു. ഇതറാ നിന്നെ നീ രൂപട്ടം വിളിക്കുന്നുണ്ട്. ആ വരുന്നു. ബേമ്പാ എന്തോ പറയാണ്ടല്ലോ. മോളെ ഒരു സാധനം ഞാൻ വിളിക്കാം. എന്താണ്? അതെ, ഇനി പഴയ പരിപാടിയൊന്നും നടക്കൂല. ഉള്ള കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ജോലി അവൻ ചെയ്യും ഇവൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യണം. അതെന്തിനാ? ഇവിടെ അതിന് മാത്രം പണിയൊന്നുമില്ലല്ലോ. അത് ചെയ്യാത്തവർക്ക് അതറിയാൻ വഴിയില്ല. ഡ്യൂട്ടി ഞാൻ പറയാം. എന്തെങ്കിലും ഞാൻ കഴിച്ച് ജീവിക്കണമെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാം. കൂടെ അരിക്കൂടലുണ്ടാവും. ഓക്കെ, ക്ലീൻ ചെയ്തോ. ഇതിൻ്റെ ഒരു ക്ലീനിങ്. ഞങ്ങൾക്ക് വേറെ നല്ല പണിയാണ്. ഇവനെ ഇനി തൊട്ട് ഈ കടയിൽ പോയാൽ മതി. വേറെ ആരും ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഡ്യൂട്ടിയാണ്. ഞാൻ വിട്ടോട്ടെ, പള്ളിയുണ്ട്. നിൽക്കുന്നത് നീയും സോമനും പാത്രം കഴിക്കും. പാത്രോ? ആ ഞാനോ? കഴിക്കും. ഓക്കെ. എന്താ നോക്കേ? ഞാൻ കടയിൽ പോക്കണോടാ. കടയിൽ പോയിട്ട് ബാക്കി പൈസ ഹാൻസ് ഉണ്ടാക്കാനല്ലേ? എടാ ഞാൻ നിർത്തിയടാ, ആൻസൊക്കെ ഞാൻ നിർത്തിയടാ. പിന്നെ വേറൊരു കാര്യം, നീ ഒരു മാസത്തേക്ക് കുടിക്കാൻ നിൽക്കണ്ട. നിരൂപേ, നീ എന്റെ തന്തയൊന്നും അല്ലല്ലോ. മുകേഷ് ഹാൻഡ്സ് വെക്കാൻ പറ്റത്തില്ല, വെള്ളം കുച്ചാൻ പറ്റത്തില്ല, ഷഡ് ഇടാവോ, അത് അതിന്റെ ആയോ ബാനാന്ന്. നീ ഓവറായോണ്ടാണ് ഞാൻ പറയണത്. കഴിഞ്ഞാണോ നിനക്കൊരു വാണിംഗ് ഞാൻ തന്നാണ്. നീ അത് തെറ്റിച്ച നിന്നെ പൊത്തപ്പിക്കും ഞാൻ. പിന്നെ നമ്മുടെ പലചരക്കടയിൽ അനൂപിന്റെ കല്യാണമാണ്. നമ്മളത് ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യണം. ആദ്യം അവനെഴുതിയ കള്ളക്കണക്കിനെല്ലാം പൈസ കൊണ്ടുവരുന്നു. എന്നിട്ട് നീ ഗിഫ്റ്റ് കൊടുക്കുന്നത്? എൻ്റെ ഒന്നും പൈസ ഇല്ല, നീ വേണേ കൊണ്ടുവരും. അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങാൻ എന്തിനാ പൈസ? ഗിഫ്റ്റ് കൊടുക്കാൻ എന്താ സാധനങ്ങളായി വീട്ടിലുള്ളത്? എന്ത് സാധനം? ഇരിക്കുന്ന നാട്ടില് ഇവിടെ എന്തുവാണ് ഈ കാണിക്കണം? ഇങ്ങനെ പാത്രത്തിൽ തുപ്പിലോട്ടോ. എടാ വേറെ എന്തോരം കളിയുണ്ടോ താഴെ പോയി കളിക്കാൻ? എടാ ഇരുന്ന് കളിക്കാടാ, ക്യാരം ബോർഡ് കളിക്കാടാ. എടാ വാടാ, ടെറസിൽ കളിച്ച് കളിക്കാൻ അറിഞ്ഞോളാത്തോണ്ടല്ല. എടാ പുറത്തോട്ട് വാടാ, പറമ്പിലോട്ട് വാടാ. അയ്യേ കളിയിരുന്ന്. എടാ ഹലോ 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 എന്നാ ഫോണ് വിട്ടോ. എനിക്ക് വേറെ പണിയുണ്ട്. പോയടാ അവിടുന്ന് വിശന്നിട്ട് ചെയ്യാം. നിങ്ങൾ കളിക്ക്, ഭയങ്കര കളിയല്ലേ? പിന്നെ വലിയ പണി മത്തിയുടെ പോയി ഇരിക്കാനല്ലേ. ഹലോ, എന്താണ് കറണ്ട് ഇല്ല? പുറത്തൊക്കെ ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഇതെന്താ പരിപാടി? എടാ ഈ ഓജോ ബോർഡില്ലേ, മറ്റേ ആത്മാവിനെ വിളിക്കണം. അത് തന്നെ അത് തന്നെ. ഓ ഡിജെയുടെ സെറ്റപ്പാ. അവൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും ഇങ്ങനെ കളിക്കാറുണ്ടെന്ന്. ആ ഗ്ലാസ് കണ്ട, ആ ഗ്ലാസ് അനങ്ങിയ ആത്മാവ് വന്നെന്നർത്ഥം. പോടാ വരൂ. ഇപ്പം അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കും. വരും. അയ്യോ അതെന്താ? ഈ ദൈവത്തിൻ്റെ എന്തെങ്കിലും കേട്ടാലേ ആത്മാവ് പിന്നെ വരത്തില്ല. ആ അങ്ങനെ നീ പുഴുക്കുണ്ടാക്കിണ്ട് കഴിക്കാം. സോറി അത്ര. തരുവേട്ടാ, ഇന്നെന്ത് കറി? 4 വെണ്ടയ്ക്കയും 3 കോവയ്ക്കും വെച്ചുണ്ടാക്കാൻ പറ്റി എന്തും ഉണ്ടാക്കും. അടച്ചു വെക്കടത്. അച്ചാറ് കമ്പനി, ഫ്ലെക്സ് കച്ചവടം, ക്ലോസറ്റ് കച്ചവടം എല്ലാം പൊളിഞ്ഞ് പണ്ടാരാണ്. നിനക്ക് ഇതിനൊരു മടിപ്പില്ലേ? ഞാനിതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഈ പഠിച്ച വിഷയമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുക. അതിന് നീ എന്തോ പഠിച്ചത്? +2 ബയോളജി. അത് വെച്ച് എന്ത് ചെയ്യാൻ പോകും? ബയോളജിക്കൽ ബിസിനസ്. അതെന്തോ? വെള്ളിമൂങ്ങ, നക്ഷത്രാമ, ഇരുതലമൂരി. ഇതിനെയൊക്കെ എന്തിനാ അറിയത്തില്ല? ആ പറഞ്ഞുതരാം. എടാ ഇതിനൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഭയങ്കര വിലയാണ്. ആ നക്ഷത്രാമ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെന്നാണ് പറയുന്നത്. ഇതെവിടെ കുളത്തിന്നാണ്? അത് നക്ഷത്രം ഇല്ലാത്ത ഇത് നക്ഷത്രം ഉള്ളതാണ്. പിന്നെ ആര് പിടിക്കും ഇതിനെ? വേറെ ആൾക്കാർ പിടിക്കും. നമ്മൾ പറയുമ്പോൾ മേടിച്ച് മറിച്ച് കൊടുക്കണം. അത് നീ എന്തിനാ നിനക്ക് അവർക്ക് തന്നെ കച്ചവടം നടത്തിയാൽ പോരെ? എന്താടേ ചുണ്ട് കടിക്കോ? എനിക്ക് ചുണ്ട് കൊണ്ടൊന്ന് മാറിയിരുന്നു ഇവിടെ. എൻ്റെ ബിസിനസ് ലൈഫിനെ ഇത് ബാധിക്കത്തില്ല.
ടെലിവിഷൻ കിട്ടി. ശിവചേറി ചോദിക്കേണ്ടി വരും. ഇവിടെ അത്ര കളിച്ചില്ല. രാത്രി ഒന്ന് അടുക്കളയിലോട്ട് ഇറങ്ങി നോക്ക്. ഓ, ചുമയുടെ മരുന്നിന് എന്ത് വിലയടാ? ഒരു മാസം വട്ടത്തിക്കണ എങ്ങനെയാണ്? കൂടുതൽ പരിപാടി ഉണ്ടോരെന്ന് തോന്നുന്നു. നീ അനുസരിച്ച് എന്താ മുകേഷേ, മുകേഷേ, എന്താടാ ഹാൻഡ്സ് ഔട്ടറാ. ഹാൻസോ കക്കൂസ് കെട്ടി ഞാൻ വെള്ളം ഒഴിച്ചില്ല. നീ എൻ്റെ അടുത്ത് അഭ്യാസം ഇറക്കല്ലേ മുകേഷേ? ഓന്റെ ബാഗിൽ നോക്കിയാൽ കിട്ടും. ബാഗിലെങ്ങാനും തൊട്ട കൈ ഞാൻ വെട്ടു. വെട്ടോ നീ? വെട്ടു. എന്നാ വെട്ടറ. ബാഗ് എടുക്ക്. എന്തുവാടാ എന്തോ കളഞ്ഞേ? എന്താ ശരി പോയിട്ടില്ലേ? എന്തോ റൈഡ് എന്തുവാടാ കിട്ടിയ കുയിനി പൊളി പൊളി. എത്രയായി? ഒരു മാസം. നീ സത്യം പറ, ഹാൻഡ്സ് ഓടിച്ച്. എൻ്റെ ബാഗിലില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ ബാഗില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. എൻ്റെ വില വെച്ചു കൊടുക്കും. എടാ ഞാൻ പറയട്ടെ, നിന്റെ ബാഗ് കഞ്ചാവ് വെച്ചിരിക്കുന്ന കാര്യം ഞാനും പറഞ്ഞോളൂ. അത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി മണിപ്പിക്കാൻ വേണ്ടിയല്ലടാ. ആ രസത്തിന് ഞാനും മണപ്പിക്കാൻ വെച്ചേക്കും. അവിടെ ഇരുന്നോ കുറച്ച് ഞാൻ മാറ്റണം. മാറ്റും അല്ല ഇതെന്താ? നിന്റെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം നമ്മൾ വോളിബോൾ നിർത്തി വേറൊരു കളി കളിക്കാം. ഓ നന്നായി. ഇതെന്ത് കളിയാ? ഏറുവന്ത്. ഏറുവന്താ? ആ, എടാ ഏറുവന്ത് കളിച്ചിട്ട് മേല് നോടാ. ഏയ്